ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഡോളീസ് വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ ഓർക്കിഡിൻ്റെ പുതിയ പ്ലാന്റ് അല്ലെങ്കിൽ അതിൻ്റെ കിക്കീസ് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്നുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് നമ്മുടെ മദർ പ്ലാന്റിൽ നിന്ന് ഇതുപോലുള്ള മൂത്ത തണ്ടുകൾ വെട്ടി നമുക്കിതുപോലെ ഇട്ടോട്ടും. ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് മൂത്ത തണ്ടുകൾ ജസ്റ്റ് ഒരു ചട്ടിയിൽ, അത് വെയിൽ നന്നായിട്ടുള്ളൊരു ചട്ടി കൊള്ളുന്നൊരു ചട്ടിയാണിത്. അവിടെ ചുമ്മാ കൊണ്ട് ഇട്ടതാണ്. മണ്ണിൻ്റെ ഒരു ടച്ചുണ്ട്. പിന്നെ ഇന്നും വെള്ളം ഒഴിക്കുന്നതുകൊണ്ടാണ് ഇത് കിളിച്ചത്. ഇതുപോലെ ഞാൻ വേറൊരു ചട്ടിയിൽ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചുകൊണ്ട് ഇട്ട് കൊടുക്കുന്ന മണ്ണുമായിട്ട് ടച്ച് ചെയ്ത് നല്ല വെള്ളവും കൂടെ ഉള്ളത് കൊണ്ട് നോക്കി നിറയെ വേരോട് കൂടി കിളിച്ചിട്ടുണ്ട്. ഇതാണേ കിളിച്ചിട്ടില്ല, ഇച്ചിരി മണ്ണ് ഇച്ചിരി താന്നുപോയി. ഒരുപാട് മണ്ണിടലെന്നുള്ളൂ, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വെക്കണം. എന്നിട്ട് എടുക്കുമ്പോൾ കണ്ടോ, നന്നായിട്ട് അതിൻ്റെ വേരുമായിട്ട് നമുക്ക് വളർന്നു വരുന്നത് കാണാം. ഇതും അതുപോലെ തന്നെ ചുമ്മാതെ നീളത്തിൽ ചുമ്മാതെ ഞാൻ കൊണ്ട് വെട്ടിയിട്ടതാണ്. ഇതിപ്പോൾ അതിൻ്റെ ആ ചട്ടിയിലോട്ട് ചേർന്ന് ഇതിൻ്റെ പുതിയ കിക്കീസ് ഇഷ്ടം പോലെ ഉണ്ടായി വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ ഈസി ആയിട്ട് എടുക്കാം. എൻ്റെ കയ്യിൽ ആക്ച്വലി ഒറ്റ പ്ലാന്റേ ഉള്ളായിരുന്നു. അതിൽ നിന്ന് എനിക്ക് ഒരുപാട് പ്ലാന്റ്സ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് പുതിയ കിക്കീസ് വെച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ ചെറിയ അതായത് മദർ പ്ലാന്റിൻ്റെ മൂത്ത് തണ്ടുകൾ നോക്കി ഇതുപോലെ ഇതൊരു മരമായിരുന്നു, റംബുട്ടാനായിരുന്നു. അതിൽ ഞാനിങ്ങനെ എന്താ പറയുന്നത്, ഗ്രീൻ നെറ്റ് വെച്ചിട്ട് അതിൽ ചകിരിയും കൂടെ വെച്ച് ഇതുപോലെ ജസ്റ്റ് കുത്തി കൊടുത്തതാണ്. അതെല്ലാം എന്താ നോക്കി പുതിയ കിക്കീസായിട്ട് വന്നിട്ട് പുതിയ പ്ലാന്റ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ എനിക്കൊന്ന് ഹൈബ്രിഡ് ഇനങ്ങളിലേ ഉള്ളൂ അങ്ങനെ കിട്ടാത്ത, അല്ലാതെ നോർമൽ ഇനങ്ങളിലെല്ലാം ഡെൻഡ്രോബിയത്തിൻ്റെ നമുക്കിതുപോലെ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടോ, ഇതെല്ലാം നമുക്ക് പുതിയ ചട്ടി വെക്കാൻ പറ്റുന്ന പോലെ റെഡി ആയിട്ട് നിൽക്കുവാണ്. ഈ പുതിയ കിക്കീസ് എല്ലാം ഒരു 3-4 ഇല ആകുമ്പോഴത്തേനും നമുക്ക് മാറ്റി വെക്കാൻ പറ്റും. അപ്പോൾ ഇത് ചിലർക്കൊന്നും അറിയില്ല, ചിലർക്ക് അറിയാം, ചിലർക്ക് അറിയില്ല. അപ്പോൾ ഇത് എൻ്റെ മദർ പ്ലാന്റ് ആണിത്. ഇതിൽ നിന്ന് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഞാൻ ആൾക്കാർക്ക് കൊടുത്തിട്ടുമുണ്ട്. അതുപോലെ നല്ല ഇതാണ് ഈ പ്ലാന്റിൽ നിന്നുണ്ടായിട്ടുള്ള നല്ല കിക്കീസ് നന്നായി വളർന്ന് പെട്ടെന്ന് പൂടുന്നുണ്ട്. അപ്പം അതെങ്ങനെയാണെന്ന് അറിയാൻ മേലാത്തത് ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇതെങ്ങനെയാണ് പുതിയ പ്ലാന്റ്സ് എല്ലാം മേടിക്കുവാണോ? അല്ല, ഇത് നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പം ഞാനിതിൽ നിന്ന് ഇത് കണ്ടോ, ഈ കിക്കീസ് ഇത് പെട്ടെന്ന് വലുതായിട്ടുണ്ട്. ഇത് 2 തണ്ടുണ്ട്. നമുക്ക് ചട്ടിയിലോട്ട് മാറ്റി വെക്കാം. അപ്പം നമുക്ക് ഈ ഒരു മദർ പ്ലാന്റിൽ നിന്ന് ഒരു മൂത്തൊരു തണ്ട് നോക്കി നമുക്ക് എടുത്ത് കാണിക്കാവേ ഞാൻ. എന്നിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി തരാം. ഈസിയാണ്, നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഓർക്കിഡ് നമ്മളൊന്ന് ഇച്ചിരി മെനക്കെട്ടാൽ നമുക്ക് ഇഷ്ടം പോലെ തൈകളും പൂക്കളും ഇഷ്ടം പോലെ ഉണ്ടാകും. കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അതിനേക്കാളും ഭംഗി കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഒരു മൂത്ത തണ്ട് ഞാൻ മുറിച്ചെടുക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ തണ്ട് വെച്ചിട്ടാണ് നമ്മളിനി പുതിയ കിക്കീസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാവേ. അപ്പം നമുക്ക് ഇത് കണ്ടോ, ഇതെല്ലാം ഞാൻ പുതിയ പ്ലാന്റ്, അതായത് ചട്ടിയിലോട്ട് മാറ്റാൻ വേണ്ടി എടുത്തു വെച്ച കിക്കീസാണ്. കണ്ടോ, പെട്ടെന്ന് വളർന്ന് വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതേ ഉള്ളൂ. പിന്നെ എല്ലാവരും പറയൂ നിങ്ങളുടെ വീട്ടിൽ മാത്രം നന്നായിട്ടുണ്ടാവും. അല്ല, നമ്മളിത് നന്നായി ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ഓർക്കിഡ് കൊണ്ട് വെച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് പൂക്കയില്ല, അത് ഇലവരികയൊന്നുമില്ല. നമ്മളതിൻ്റെ ക്ലൈമറ്റ് അനുസരിച്ച് മാറ്റി കൊടുക്കണം. പിന്നെ അതിന് വേണ്ടിയ വളങ്ങൾ കൊടുക്കണം, വെള്ളം ഒഴിക്കണം, എപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഓർക്കിഡ് നന്നായി പിടിച്ച് കിട്ടത്തുള്ളൂ വീട്ടിൽ. എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോഴും പറയും നിങ്ങളുടെ വീട്ടിൽ നന്നായിട്ട് കളിക്കും, അതെങ്ങനെ അടി കളിക്കുന്നത്, എങ്ങനെ അടി കളിക്കുന്നത് ചോദിക്കാറില്ല. എൻ്റെ പുറകെ നമ്മളിച്ചിരി കഷ്ടപ്പെടണം. അതിനെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കി അതിന് വേണ്ടിയ വളവും വെള്ളമൊക്കെ കൊടുക്കണം. എന്തെങ്കിലും ഇതുപോലെ അഴുക്കായി നിൽക്കുന്നതൊക്കെ ആണെങ്കിൽ കളയണം. അതിന് ഫംഗിസൈഡ് ഉണ്ടെങ്കിൽ അത് അടിച്ചു കൊടുക്കണം. ആഴ്ചയിൽ നമ്മൾ എന്തെങ്കിലും ഫെർട്ടിലൈസർ കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ഓർക്കിഡിൽ നിന്ന് പൂവുണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ ഓർക്കിഡ് വലുതാകത്തുള്ളൂ. എനിവേ, അപ്പം നമ്മൾ ഈ എടുത്ത മൂത്ത തണ്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ഒരു രണ്ട് പാർട്ടായിട്ട് എടുക്കാം. ഒരുപാട് ചെറുതാക്കിയാലും ചിലപ്പോൾ കിളിക്കില്ല. ഇപ്പം 2ആയിട്ട് നമുക്ക് ഒരു 3-4 നോഡിൻ്റെ അനുസരിച്ച് നോഡ് മാറ്റി നമുക്ക് മുറിച്ച് കൊടുക്കണം. അതിന് മുമ്പേ ഇതിൻ്റെ മുകളിലുള്ള ഈ വെളുത്ത ഒരു പ്രതലം ഉണ്ടാകും. മുള്ളൊന്നും ഇളക്കി കളയണ്ട, ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു, അതായത് നമുക്ക് ഇതിലൊന്ന് ടച്ച് ചെയ്ത് വെക്കണമെങ്കിൽ ആ ഒരു പച്ച കളർ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഇത് നമുക്ക് 2 പാർട്ടായിട്ടാണ് ഞാനിത് എടുക്കുന്നത്.
അപ്പോൾ അതിനു മുമ്പ് നമുക്കൊരു റൂട്ടിംഗ് ഹോർമോൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഈ ആലോവേരയാണ്. ഈ ആലോവേര എല്ലാത്തിനും നല്ലതാണ്. അപ്പം ഇതിനെന്തെങ്കിലും അതായത് നമുക്കിതിലൊന്ന് മുക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ കിളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എല്ലാ ചെടികളും. അപ്പം നമുക്കിതുപോലെ 3 4 നോഡ് മാറ്റി നമ്മളിത് മുറിച്ച് കൊടുത്തു. പിന്നെ 2 സൈഡിലും ഞാനിത് ആലോവേരയുടെ ഇത് ജെല്ലൊന്ന് പുരട്ടി കൊടുക്കുക. ആലോവേര അന്നേരം തന്നെ എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. നല്ല ഹോർമോണായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നോക്കാം. ഉണ്ടോ, ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും സാഫോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുറിവിൻ്റെ അറ്റത്ത് തേച്ച് കൊടുത്താൽ നല്ലതാണ്. അപ്പം ഞാൻ ഇത് ഈ ആലോവേര ജെല്ലി മുക്കിയുണ്ട്, ഞാനിതൊന്നും തേച്ച് കൊടുത്തില്ല. അത് തന്നെയല്ല, ഇത് നോർമൽ ഇനമാണ്. ഇതിന് വലിയ പെട്ടെന്ന് അസുഖങ്ങൾ പിടിക്കാത്ത ഇത് തണ്ടാണ് ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. എനിവേ, അപ്പം നമുക്കിതുപോലെ ഇത് വേണം, ചകിരിച്ചോറിനകത്തിലോട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് താത്ത് വെച്ച് കൊടുത്താൽ മതി. പക്ഷേ വെള്ളം നനവ് വേണം എപ്പോഴും. നമ്മളിച്ചിരി ഭയങ്കര വെയിലത്തൊന്നും കൊണ്ട് വെക്കാതെ ഒന്ന് നോർമൽ അടുത്ത് വെച്ചിട്ട് ഇച്ചിരി വെള്ളം തളിച്ച് കൊടുത്തുകൊണ്ടിരിക്കണമേ. അപ്പോൾ അത് ആ വെള്ളത്തിൻ്റെ നനവ് കൊണ്ട്, നമ്മൾ കേട്ടിട്ടില്ലേ, ഏതുണങ്ങിയ മരമാണേലും വെള്ളത്തിൻ്റെ നനവ് തട്ടുമ്പോൾ അത് കിളിർക്കും. ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം തളിച്ച് കൊടുത്ത് നമ്മളിങ്ങനെ ഒന്ന് എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ പെട്ടെന്ന്, ഇപ്പോൾ ഒരു ദിവസം 2 ദിവസം കൊണ്ടൊന്നും കിളിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. 2-3 മാസം കഴിയുമ്പോഴത്തേനും നമുക്ക് തീർച്ചയായിട്ടും ഇതിൽ 3 മാസമൊന്നും വേണ്ട, അതിന് മുന്നായിട്ട് ഇതിൻ്റെ ചെറിയ ഇലകൾ അല്ല വേരുകൾ പൊട്ടി വരുന്നത് കാണാം. അപ്പോൾ ഞാനിതിൻ്റെ വേറൊരു തണ്ടും കൂടെ ഇപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വേറൊരു വീഡിയോ ഇങ്ങനെ കണ്ടാണ്, തായ്ലൻഡുകാരുടെയൊക്കെ കണ്ടാൽ നമ്മളങ്ങ് പൂക്കൾ കണ്ടാൽ അങ്ങ് കൊതിച്ചു പോകും, അത്രയ്ക്ക് ഭംഗിയാണ്. അപ്പോൾ അവരിതുപോലെ ഇതിൻ്റെ മുറിവിൽ നിങ്ങൾക്കിപ്പോൾ സാഫില്ല എങ്കിൽ ഇതുപോലെ നമുക്ക് മെഴുകുതിരിയുടെ മെഴുകൊന്ന് ഉരുക്കി ഒഴിച്ചു കൊടുത്താൽ മതി 2 സൈഡിലും. അപ്പോൾ അതിന് എന്തെങ്കിലും എന്താ പറയുക, ഇൻഫെക്ഷനോ ഫംഗിസൈഡ് ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് നമ്മുടെ ഇത് അലോവേര ജെല്ലിലൂടെ ഒന്ന് തേച്ചിട്ട് ഇതുകൂടെ നമുക്ക് അവിടെ കൊണ്ടുപോയി കുത്തി കൊടുക്കാം. എന്നിട്ട് ഇത് കിളിച്ച് വരുന്നതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഇടുന്നതായിരിക്കും. ഇപ്പം എൻ്റെ ഇത് ഇപ്പം ജസ്റ്റ് വെക്കുന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കയ്യിലിരിക്കുന്ന എല്ലാം ഇതുപോലെ ഞാൻ പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുത്താണ്. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു മരത്തേൽ ചുറ്റും വെച്ചിരിക്കുന്ന എല്ലാ പ്ലാന്റും ഞാൻ മേടിച്ചതേ അല്ല. ഒറ്റയൊരു പ്ലാന്റേ എനിക്കുള്ളായിരുന്നു. അതിൽ നിന്ന് ഞാൻ കിക്കീസ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത് വളർത്തി പൂവാക്കി വെച്ചതാണ്. അത് ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. അതാ ഇതുപോലെ നിങ്ങളൊന്ന് താത്ത് വെച്ച് കൊടുത്തിട്ട് നിങ്ങൾ പറയണം, കിളിച്ചില്ലെങ്കിൽ കമൻ്റ് ഇടണേ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കിളിർത്ത് കിട്ടും. പിന്നെ 1 മാസമെങ്കിലും കഴിയും, 1-2 മാസം ആകുമ്പോഴത്തേനും നമുക്ക് കിളിർത്ത് കിട്ടും. അപ്പം ഞാനിതിൽ നിന്ന് നേരത്തെ ഇട്ടെടുത്ത കിക്കീസ് എല്ലാം ഇനി എങ്ങനെയാണ് ഞാൻ പോട്ട് ചെയ്യുന്നതും കൂടെ ഒന്ന് ജസ്റ്റ് കാണിച്ചേക്കാം. അറിയാൻ മേലാത്തവർക്കാണ്, അറിയാവുന്നവരെ സ്കിപ്പ് ചെയ്തോളൂ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഈ ആലോവേര ജെല്ലിലോട്ടൊന്ന് പ്രസ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു ഇതാണ്, ഫംഗിസൈഡായിട്ടും ഹോർമോണായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് നമ്മുടെ ഈ ആലോവേര. ഇത് ഈ ചെടിക്കെന്നല്ല, എല്ലാ ചെടിക്കും ബൊഗൈൻവില്ലയ്ക്കൊക്കെ ഞാൻ ഇതുപോലെ കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വേര് വെച്ച് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഒന്ന് പോട്ട് ചെയ്ത് നോക്കാം. ഞാനിത് ആദ്യം ഓട് കഷ്ണവും പിന്നെ ഇച്ചിരി നല്ല ചകിരി എടുത്തിട്ടുണ്ടല്ലോ, നമ്മുടെ ഈ ചെറിയ പ്ലാന്റ്സൊക്കെ അതിലോട്ടൊന്ന് താത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ വേര് നന്നായിട്ട് ഓടി വരുന്ന കാണാമേ. അപ്പോൾ ഇതിന് ഓൾറെഡി വേരുണ്ടെങ്കിലും ഞാൻ ആ ചകിരിയുടെ ആ ഒരു ഇതിലോട്ടൊന്ന് താത്ത് വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ വേര് പെട്ടെന്ന് എടുക്കും. പിന്നെ ഇത് നമുക്കൊരു തണൽ സ്ഥലത്തോട്ട് മാറ്റി വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ എന്നിട്ട് ഇതിൻ്റെ പൂവിടുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ വെച്ചിരിക്കുന്ന ചട്ടിയിലെ ചെടികളെല്ലാം ഇപ്പോൾ ഉടനെ അല്ല, 1 മാസമൊക്കെ കഴിഞ്ഞ് ഇത് ഇച്ചിരി വലുതാകത്തുള്ളൂ. പിന്നെ നമ്മൾ വളവും വെള്ളമൊക്കെ കൊടുക്കണം. നമ്മൾ തീർച്ചയായിട്ടും ഓർക്കിഡിനെ നന്നായി ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ പൂക്കളും അതുപോലെ ഒരുപാട് കിക്കീസ് തൈകളും ഒക്കെ കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒറ്റ പ്ലാന്റിൽ നിന്നാണ് അത്രയധികം ചെടികൾ മാറ്റിയിട്ടുള്ളത്. അതുപോലെ എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ടെന്നറിയാം ഇതിൻ്റെ തൈകൾ. വരുന്നവർക്കെല്ലാം കാണുമ്പോൾ ഭയങ്കര, ഓർക്കിഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അട്രാക്ഷൻ അല്ലേ. എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് കമൻസൊക്കെ അറിയിക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.